നിങ്ങളൊരു പുതിയ കാറ് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഷോറൂമിൽ നിൽക്കുകയാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ പുത്തൻ കാറിന്റെ മണം, നിങ്ങളുടെ ഒരു സ്വപ്ന വാഹനം കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. എല്ലാം ഗംഭീരം. ശരിയാണ്. അപ്പോ സെയിൽസ്മാൻ വന്ന് കാറിന്റെ വില പറയുന്നു, ഒരു 17 ലക്ഷം രൂപ. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ലോണിന്റെ കാര്യമായിരിക്കും, അല്ലേ? തീർച്ചയായും. EMI എത്രയാവും എന്നൊക്കെ. അതെ, മാസം എത്ര EMI വരും, പലിശ എത്രയാവും, ഇതൊക്കെയാണ് നമ്മുടെ ഒരു സാധാരണ ചിന്തകൾ. എന്നാൽ ഒരു നിമിഷം, ഈ 17 ലക്ഷത്തിന്റെ കാറ് അതിന്റെ ഏകദേശം പകുതി വിലയ്ക്ക്, അതായത് ഒരു 9 lakhs rupeesന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒരു വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അപ്പോ എല്ലാവരും വിചാരിക്കും ഇതെന്തോ തട്ടിപ്പാണെന്ന്. അതെ, ഇതൊരു തട്ടിപ്പല്ല, ഒരു ഫെസ്റ്റിവൽ ഡിസ്കൗണ്ടുമല്ല. മറിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ രേഖകളിൽ പറയുന്നത് പോലെ കൃത്യമായൊരു സാമ്പത്തിക ആസൂത്രണത്തിലൂടെ ഇത് സാധ്യമാകുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നതിതാണ്. സാധാരണ നമ്മളെല്ലാവരും പോകുന്ന കാർ ലോണിന്റെ വഴിയും അധികമാരും ശ്രദ്ധിക്കാത്ത ഈ കാർ ലീസിംഗ് എന്ന വഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഇത്രയും വലിയൊരു ലാഭം ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? നമുക്ക് ആ കണക്കുകളിലേക്ക് ആഴത്തിലൊന്നിറങ്ങി നോക്കിയാലോ? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു മാജിക് ഒന്നുമല്ല, ശുദ്ധമായ കണക്കാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഒരൊറ്റ കാര്യത്തിലാണ്: നിങ്ങളുടെ ടാക്സബിൾ സാലറി. നികുതി വിധേയമായ ശമ്പളം. അതെ, നികുതി വിധേയമായ ശമ്പളം. നമ്മൾ കാർ വാങ്ങാനായി തിരഞ്ഞെടുക്കുന്ന വഴി നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ആദായ നികുതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് ഈ ചർച്ചയുടെ കാതൽ. അത് മനസ്സിലാക്കിയാൽ മതി. ശരി, അപ്പൊ നമുക്ക് നേരെ കണക്കുകളിലേക്ക് കടക്കാം. നിങ്ങൾ തന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്കൊരു 17 ലക്ഷം രൂപ വിലയുള്ള ടാറ്റ സിയറയുടെ ഉദാഹരണം വെച്ച് തന്നെ തുടങ്ങാം. നല്ലൊരു കാറാണ്. അതെ, ആദ്യം നമുക്ക് എല്ലാവർക്കും പരിചിതമായ വഴിയിലൂടെ പോകാം. കാർ ലോൺ. നമ്മളിൽ ഒരു 99% ആളുകളും ചെയ്യുന്നത് പോലെ ഈ കാർ വാങ്ങാൻ ഒരു ലോൺ എടുക്കുന്നു എന്ന് വെക്കുക. ഓക്കെ. ഒരു 4 വർഷത്തെ കാലാവധി, ഏകദേശം ഒരു 9% പലിശ. അങ്ങനെയെങ്കിൽ മാസം വരുന്ന EMI ഏകദേശം 42,000 രൂപയായിരിക്കും. ശരിയാണ്. ആ കണക്ക് വളരെ പ്രധാനമാണ്. കാരണം അതാണ് നമ്മുടെ ഒരു ബേസ് ലൈൻ. നിങ്ങൾ മാസം 42,000 രൂപ വെച്ച് 4 വർഷം, അതായത് 48 മാസം. 48 മാസം തുടർച്ചയായി അടയ്ക്കുന്നു. അതെ, 42,000 ഗുണം 48, അത് ഏകദേശം 20,30,000 രൂപ വരും. ഒരു മിനിറ്റ്, കാറിന്റെ വില 17 ലക്ഷം, പക്ഷെ നമ്മൾ തിരിച്ചടയ്ക്കുന്നത് 20 ലക്ഷത്തിൽ കൂടുതലാണ്. അതെ, അതായത് 3 ലക്ഷത്തിലധികം രൂപ നമ്മൾ പലിശയായി മാത്രം ബാങ്കിന് കൊടുക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ പോയിന്റ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ശമ്പളം ഒരു കേക്കാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ. ജോലി ചെയ്ത് ശമ്പളം കിട്ടുമ്പോൾ സർക്കാർ ആദ്യം വന്ന് അതിൻ്റെ ഒരു കഷ്ണം, അതായത് നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ചുള്ള ഒരു 30% നികുതി അങ്ങ് മുറിച്ചെടുക്കും. ശരി. ബാക്കി വരുന്ന കേക്കിന്റെ കഷ്ണം കൊണ്ടാണ് നിങ്ങൾ ഈ 42,000 രൂപയുടെ EMI അടയ്ക്കുന്നത്. ഓ, അതായത് നികുതിയെല്ലാം കൊടുത്തതിന് ശേഷമുള്ള പണം കൊണ്ട്. അതെ, പോസ്റ്റ് ടാക്സ് മണി. ഇതാണ് എല്ലാവരും പിന്തുടരുന്ന രീതി. ഓക്കെ, അപ്പോൾ ലോൺ എടുത്താൽ 20 ലക്ഷം രൂപ പോക്കറ്റിൽ നിന്ന് പോകും, അതും നികുതി കൊടുത്തതിന് ശേഷമുള്ള പണത്തിൽ നിന്ന്. കേട്ടിട്ട് തന്നെ ഒരു സുഖമില്ല. ഇല്ല. ഇതിലും ലാഭകരമായ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. അവിടെയാണ് നമ്മൾ കാർ ലീസ് എന്ന രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരുന്നത്. നിങ്ങൾ നൽകിയ സോഴ്സുകൾ പ്രകാരം ഇതേ 17 ലക്ഷത്തിന്റെ സിയറ കാർ ലീസ് എടുക്കുകയാണെങ്കിൽ മാസവാടകയായി വരുന്നത് 47,500 രൂപയാണ്. ക്ഷമിക്കണം, ഒരു മിനിറ്റ്, എനിക്ക് കണക്ക് മനസ്സിലായില്ല. ലോൺ EMI 42,000 രൂപ, ലീസ് വാടക 47,500 രൂപ. അതെ, ഇത് EMIയേക്കാൾ കൂടുതലാണല്ലോ. 47,500 വെച്ച് 48 മാസം അടച്ചാൽ അത് ഏകദേശം 22,80,000 രൂപയാകും. ഇത് ലോണിനേക്കാൾ വലിയ നഷ്ടമല്ലേ? നിങ്ങളുടെ സംശയം 100% ശരിയാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് നഷ്ടക്കച്ചവടമായി മാത്രമേ ആർക്കും തോന്നൂ. അതെ, മിക്ക ആളുകളും ഈ കണക്ക് കാണുമ്പോൾ തന്നെ ലീസ് എന്ന ചിന്ത ഉപേക്ഷിക്കും. തീർന്നില്ല. ലീസ് കാലാവധിയായ 4 വർഷം കഴിയുമ്പോൾ കാറിന്റെ റെസിജ്വൽ വാല്യൂ എന്ന് പറയും. ആ, കാറ് സ്വന്തമാക്കാൻ കൊടുക്കേണ്ട പൈസ. അതെ, ആ കാറ് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസാനത്തെ തുക ഒരു 5%, ഏകദേശം 85,000 രൂപ വരുമത്. അപ്പോൾ മൊത്തം ചെലവ് 22,80,000 രൂപയുടെ വാടകയും ഈ 85,000 രൂപയും ചേർത്ത് 23,60,000 രൂപ. ശരിയാണ്. ലോൺ എടുത്താൽ 20.3 ലക്ഷം, ലീസ് ചെയ്താൽ 23.65 ലക്ഷം. പിന്നെന്തിനു
എന്തിനൊരാൾ ലീസ് എടുക്കണം? ഇതെങ്ങനെയാണ് ലാഭകരമാകുന്നത്? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടാക്സബിൾ സാലറി എന്ന ആശയത്തിന്റെ പ്രസക്തി വരുന്നത്. ആ കേക്കിന്റെ ഉപമ ഓർമ്മയുണ്ടോ? ഉണ്ട്. കാർ ലോണിൽ സർക്കാർ നികുതി മുറിച്ചെടുത്തതിന് ശേഷമുള്ള കഷ്ണം കൊണ്ടാണ് നിങ്ങൾ EMI അടച്ചത്. എന്നാൽ കാർ ലീസിൽ കളി നേരെ തിരിയും. എങ്ങനെ? നിങ്ങളുടെ കമ്പനിക്ക് ഒരു കാർ ലീസ് പോളിസി ഉണ്ടെങ്കിൽ ഈ മാസ വാടകയായ 47,500 രൂപ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് നികുതി കണക്കാക്കുന്നതിന് മുൻപേ കുറയ്ക്കാം. ഓ, പ്രീ ടാക്സ്. അതെ, പ്രീ ടാക്സ്. അതായത് നിങ്ങളുടെ ശമ്പളമാകുന്ന മുഴുവൻ കേക്കും സർക്കാരിനെ കാണിക്കുന്നതിന് മുൻപ് നിങ്ങൾ കാറിന്റെ വാടകയ്ക്കുള്ള ഒരു വലിയ കഷ്ണം അങ്ങ് മുറിച്ചു മാറ്റുന്നു. എന്നിട്ട് ബാക്കി കാണിക്കുന്നു. അതെ, എന്നിട്ട് ബാക്കിയുള്ള ചെറിയ കഷ്ണം സർക്കാരിന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് മുറിച്ചെടുക്കാൻ കിട്ടുന്ന നികുതിയുടെ കഷ്ണവും വളരെ ചെറുതായിരിക്കും. ഇതാണിതിലെ പ്രധാന ട്രിക്ക്. ഓക്കെ, ആശയം കൊള്ളാം. നികുതി വിധേയമായ വരുമാനം കുറയുന്നു, അപ്പോൾ നികുതിയും കുറയുന്നു. പക്ഷേ ഈ നികുതി ഇളവ് കൊണ്ട് മാത്രം 3 ലക്ഷത്തിലധികം രൂപയുടെ ഈ വ്യത്യാസം മറികടന്ന് ലാഭത്തിലെത്താൻ പറ്റുമോ? അവിടെയാണ് അടുത്ത രസകരമായ കാര്യം. ഈ നികുതി ഇളവ് ലീസ് വാടകയിൽ മാത്രം ഒതുങ്ങുന്നില്ല. പിന്നെ എന്തിലൊക്കെയുണ്ട്? കാറുമായി ബന്ധപ്പെട്ട മറ്റു മിക്കവാറും എല്ലാ ചിലവുകളും ഇതേപോലെ നിങ്ങളുടെ ടാക്സബിൾ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും. മറ്റ് ചിലവുകളെന്ന് പറയുമ്പോൾ പെട്രോളൊക്കെ പറ്റുമോ? തീർച്ചയായും. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഡ്രൈവറെ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ശമ്പളം നമുക്കൊരു മാസം 25,000 രൂപ എന്ന് കണക്കാക്കാം. ശരി. പിന്നെ കാറിന്റെ പെട്രോൾ ചെലവ് മാസം ഒരു 15,000 രൂപയെന്നും കരുതുക. ഓക്കെ. ഇതെല്ലാം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി കണക്കാക്കാം. അപ്പോൾ മാസ വാടക 47,500, ഡ്രൈവറുടെ ശമ്പളം 25,000, പെട്രോൾ 15,000. ഇതെല്ലാം നികുതിക്ക് മുമ്പേ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കുമോ? അതെ. ഇതുകൂടാതെ കാറിന്റെ വാർഷിക മെയിന്റനൻസും ഇൻഷുറൻസും ഉണ്ടല്ലോ. അതുണ്ട്. അതെല്ലാം കൂടി ഒരു വർഷം ഒരു 85,000 രൂപയെന്നും വെക്കാം. ഈ ചെലവുകളെല്ലാം ലീസ് വാടക, ഡ്രൈവറുടെ ശമ്പളം, പെട്രോൾ, മെയിന്റനൻസ് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ചതിന് ശേഷമുള്ള തുകയ്ക്ക് മാത്രം നിങ്ങൾ നികുതി കൊടുത്താൽ മതി. കൊള്ളാം. ഇപ്പോ ചിത്രം കുറച്ചുകൂടി വ്യക്തമായി വരുന്നുണ്ട്. അപ്പോ നമുക്ക് ആ ഫൈനൽ കണക്കിലേക്ക് വരാം. ഈ നികുതി ഇളവുകളെല്ലാം ചേരുമ്പോൾ 17 ലക്ഷത്തിന്റെ കാറിന് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ പോകും? ശരി, നമുക്ക് ആ കണക്ക് ലളിതമായി ഒന്ന് പൊളിച്ചു നോക്കാം. മാസം തോറും നികുതിക്ക് മുൻപ് കുറയ്ക്കാവുന്ന തുകകൾ ഏതൊക്കെയാ? കാർ ലീസ് വാടക 47,500 രൂപ. പിന്നെ ഡ്രൈവറുടെ ശമ്പളം 25,000 രൂപ. പെട്രോൾ ചെലവ് 15,000 രൂപ. അതെ, അതായത് മാസം മൊത്തം 87,500 രൂപ. ഒരു വർഷം ഇത് 10,50,000 രൂപയാവും. 10 ലക്ഷത്തിൽ കൂടുതൽ. ഇതിന്റെ കൂടെ വാർഷിക മെയിന്റനൻസും ഇൻഷുറൻസുമായ 85,000 രൂപ കൂടി ചേർത്താൽ ഒരു വർഷം നിങ്ങൾ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കുന്നത് 11,35,000 രൂപയാണ്. ഒരു വർഷം. 4 വർഷം കൊണ്ട് ഇത് ഏകദേശം 45 ലക്ഷം രൂപ വരും. 45 ലക്ഷം രൂപ. അത്രയും തുക നമ്മുടെ നികുതി വിധേയമായ വരുമാനത്തിൽ നിന്ന് കുറയുന്നു. അതെ. ഇനി നിങ്ങൾ 30% ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ആളാണെന്ന് കരുതുക. ഈ 45 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്ന 30% നികുതി, അതായത് ഏകദേശം 13.5 ലക്ഷം രൂപ. അതെ, ആ 13.5 ലക്ഷം രൂപ നിങ്ങൾ ലാഭിക്കുകയാണ്. ഈ പണം നിങ്ങൾ സർക്കാരിന് കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. ഒരു നിമിഷം, ഞാനൊന്ന് ശരിക്കും മനസ്സിലാക്കട്ടെ. ലീസ് വഴി നമ്മുടെ മൊത്തം ചെലവ് ഏകദേശം 23.65 ലക്ഷം രൂപ. എന്നാൽ ഈ വഴി തെരഞ്ഞെടുത്തതുകൊണ്ട് മാത്രം നമുക്ക് നികുതി ഇനത്തിൽ ലാഭിക്കാൻ പറ്റുന്നത് 13.5 ലക്ഷം രൂപ. അതെ. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ചിലവ് എന്നത് 23.65 ലക്ഷത്തിൽ നിന്ന് ഈ 13.5 ലക്ഷം കുറയ്ക്കുന്നതാണ്. അത് വെറും 10 ലക്ഷം രൂപ. കൃത്യം. നിങ്ങൾ നൽകിയ സോഴ്സിലെ എല്ലാ കണക്കുകളും കൃത്യമായി ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥ ചെലവ് വരുന്നത് 9,70,000 രൂപയാണ്. 9.7 ലക്ഷം. ഒന്നോർത്തു നോക്കൂ, ലോൺ എടുത്ത് 20 ലക്ഷത്തിലധികം ചെലവാക്കുന്ന സ്ഥാനത്താണിത്. പകുതി വില. ഇതാണ് പ്രീ ടാക്സ് ചെലവുകളുടെ ശക്തി. അവിശ്വസനീയം. ഇത് കേൾക്കുമ്പോൾ നിയമപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നിപ്പോകും. പക്ഷെ ഇത് തികച്ചും നിയമവിധേയമായൊരു മാർഗമാണല്ലോ. തീർച്ചയായും. പക്ഷെ എനിക്കൊരു സംശയം. ഇത് ഇത്രയധികം ലാഭകരമാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുന്നില്ല? ഇതിൽ നമ്മൾ കാണാത്ത എന്തെങ്കിലും ചതിക്കുഴികളുണ്ടോ? വളരെ നല്ല ചോദ്യമാണ്. തീർച്ചയായും ഇതിന് ചില പ്രായോഗികമായ പരിമിതികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കമ്പനി ഇങ്ങനെയൊരു കാർ ലീസ് പോളിസി നൽകണമെന്നതാണ്. അതാണ് പ്രധാന കാര്യം. അതെ. ഇന്ത്യയിലെ പല വലിയ കമ്പനികൾക്കും ഈ സൗകര്യമുണ്ട്. എന്നാൽ
ചെറിയ കമ്പനികൾക്ക് ഇത് നടപ്പിലാക്കാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബുദ്ധിമുട്ടുകൾ കാരണം ഈ പോളിസി ഉണ്ടാകണമെന്നില്ല. അതാണ് ഒന്നാമത്തെ കടമ്പ. ഓക്കെ, അപ്പോ ആദ്യം സ്വന്തം കമ്പനിയിൽ ഈ പോളിസി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇനി ഉണ്ടെന്ന് കരുതുക, വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഉദാഹരണത്തിന്, ഞാൻ 2 വർഷം കഴിഞ്ഞ് ജോലി മാറിയാൽ എന്ത് സംഭവിക്കും? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജോലി മാറുമ്പോൾ ഈ ലീസ് എഗ്രിമെന്റ് ഒരു തലവേദനയായേക്കാം. ഒന്നുകിൽ നിങ്ങൾ ആ കാർ മുഴുവൻ പണവും കൊടുത്ത് വാങ്ങേണ്ടിവരും, അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും. അതെ, ലീസ് അവസാനിപ്പിക്കുന്നതിനുള്ള പിഴ അടയ്ക്കേണ്ടിവരും. ചിലപ്പോൾ പുതിയ കമ്പനിക്ക് ഈ ലീസ് കൈമാറാൻ സാധിച്ചേക്കാം, പക്ഷെ അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ ജോലി മാറുന്നവർക്ക് അത്ര നല്ല ഓപ്ഷനല്ല. അത്ര അനുയോജ്യമാകണമെന്നില്ല. അതുപോലെ ലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാറിന്റെ ഉടമയല്ലല്ലോ, ഒരു വാടകക്കാരൻ മാത്രമല്ലേ? അതെ, ലീസ് കാലാവധി കഴിയുന്നതുവരെ കാറിന്റെ ഉടമസ്ഥാവകാശം ലീസിംഗ് കമ്പനിക്കായിരിക്കും. അതുകൊണ്ട് കാറിൽ വലിയ മാറ്റങ്ങൾ വരുത്താനോ മോഡിഫിക്കേഷനുകൾ ചെയ്യാനോ സാധാരണയായി അനുവാദമുണ്ടാകില്ല. ഓക്കെ. ചില ലീസ് കരാറുകളിൽ 1 വർഷം ഓടാവുന്ന കിലോമീറ്ററിന് പരിധിയുമുണ്ടാകാം. ഈ പരിമിതികളെല്ലാം അറിഞ്ഞുവെക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മാന്ത്രിക വടിയല്ല, എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒന്നല്ല. അല്ല. ഉയർന്ന ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന, സ്ഥിരതയുള്ള ഒരു ജോലിയിൽ തുടരുന്ന, കമ്പനിയിൽ ലീസ് പോളിസിയുള്ള ഒരാൾക്ക് ഇതൊരു ഗംഭീര ഓപ്ഷനാണ്. അല്ലാത്തവർക്ക് ഒരുപക്ഷെ സാധാരണ ലോൺ തന്നെയാകും നല്ലത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതൊരു സാമ്പത്തിക ഉപകരണമാണ്. അത് എപ്പോൾ, എങ്ങനെ, ആരുപയോഗിക്കണം എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അറിവില്ലായ്മ ഒരു പ്രശ്നമാണ്. അതെ, എന്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് പുതിയ കാർ എടുത്തു. അവൻ 6 മാസം ലോൺ അടച്ചതിനു ശേഷമാണ് കമ്പനിയിലെ ലീസ് പോളിസിയെക്കുറിച്ച് അറിഞ്ഞത്. ആ നികുതി ഇളവിന്റെ കണക്ക് കേട്ടപ്പോൾ അവനാകെ നിരാശനായിപ്പോയി. കഷ്ടമായിപ്പോയി. അതുകൊണ്ട് അറിവാണ് ഇവിടെ പ്രധാനം. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയുടെ രത്നചുരുക്കം ഇതാണ്: അടുത്ത തവണ നിങ്ങളൊരു കാർ വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ ലോൺ എന്ന ഒറ്റ വഴി മാത്രം ചിന്തിച്ച് മുന്നോട്ടു പോകരുത്. തീർച്ചയായും നിങ്ങളുടെ കമ്പനിയിലെ HR-ഉമായി ഒന്ന് സംസാരിക്കുക. അവർക്ക് കാർ ലീസ് പോളിസി ഉണ്ടോയെന്ന് അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ ലക്ഷങ്ങളുടെ ലാഭം അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. അതെ, ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി നൽകാം. എന്താണത്? ഒരുപക്ഷെ നിങ്ങളുടെ തൊഴിൽ സ്ഥാപനത്തിൽ ഇപ്പോൾ ഈ സൗകര്യം നിലവിലില്ലെങ്കിലോ, അതോടെ ഈ വഴി അടഞ്ഞുവെന്ന് കരുതേണ്ടതുണ്ടോ? ഇല്ലേ? ഒരുപക്ഷേ ഇല്ല. അടുത്ത തവണ നിങ്ങളുടെ ശമ്പളത്തെക്കുറിച്ചോ മറ്റ് ആനുകൂല്യങ്ങളെക്കുറിച്ചോ കമ്പനിയുമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു ശമ്പള വർധനവിനു വേണ്ടി മാത്രം സംസാരിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു കാർ ലീസ് പോളിസി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പരിഗണിക്കാവുന്നതല്ലേ? അതൊരു നല്ല പോയിന്റാണ്. നമ്മളിപ്പോൾ കണ്ട കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ചെറിയ ശമ്പള വർധനവിനേക്കാൾ എത്രയോ വലിയ സാമ്പത്തിക നേട്ടം നൽകാൻ ഇങ്ങനൊരു പോളിസിക്ക് കഴിഞ്ഞേക്കാം. അതൊരു പുതിയ ചിന്തയാണ്.